ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഡയമണ്ട് പെയിൻറ്റിങ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഒന്ന് വാങ്ങിയുന്നുണ്ട് മുമ്പേ, പക്ഷേ അത് ഫ്ലോപ്പായി പോയി. ബിക്കോസ് ഐ ഡോണ്ട് നോ ഹൗ ടു യൂസ് ദാറ്റ്. സോ ലെറ്റ്സ് അൺബോക്സ് ദിസ് വൺ. ഇപ്പം ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടാണ് വേറെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് പഠിക്കാം. I love to unbox. അപ്പോൾ ഗൈസ്, ഇതെങ്ങനെ ചെയ്യുക വെച്ചാൽ ഈ നമ്പർ ഓരോ നമ്പറിൽ ഈ ഡയമണ്ട് സാധനം ഈ ടൂൾസൊക്കെ വെച്ചിട്ട് ചെയ്യാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് ക്ലിയറായി കാണിച്ചു തരാം. അപ്പം ഞാനൊരു പുതിയ ആക്ടിവിറ്റിയും കൂടി കണ്ടെത്തിയപ്പം നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ദിസ് ഇസ് സോ ഫൺ. അപ്പോൾ ഗൈസ്, നമ്മൾ 1 by 1 ആയിട്ട് ഞാൻ ചെയ്യണുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫ്ലോപ്പ് ആവും. അപ്പം നമ്മൾ ജെൻ്റലി ടൈമൊക്കെ എടുത്ത് മെല്ലെ ഫ്രീ ടൈമിൽ ഇത് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ബോറൊക്കെ ആകുമ്പോൾ ഇതൊന്ന് ഒരു കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റീസാണ്. നല്ല ഫണ്ണുമാണ്. അപ്പോൾ ഗൈസ്, ഞാൻ കുറേ സ്ക്രീൻ ടൈം യൂസ് ചെയ്യണതുകൊണ്ട് തന്നെ എൻ്റെ മമ്മ എനിക്ക് ഒരു പുതിയ ആക്ടിവിറ്റി ടൈമിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ. ഗൈസ്, ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ടു ഡു ദിസ് ആൻഡ് ഇറ്റ്സ് സോ ഫണ്ണി ഗൈസ്. നിങ്ങൾക്കിതിപോലെ കാണുന്ന പോലെയല്ല, നല്ല സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ സാധനം വെച്ചിട്ട് സ്ക്രീൻ ടൈം കുറക്കാൻ പറ്റിയതും പിന്നെ നമ്മൾ ബോറടിയൊക്കെ മാറാനും, ഇപ്പോൾ ആരും ഇല്ലെങ്കിൽ നമ്മളൊക്കെ സിംഗിളാണെങ്കിൽ ഒരു ബ്രെയിനിനൊക്കെ പറ്റിയ സൂപ്പർ ആക്ടിവിറ്റിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ചില കുട്ടികൾ കൂടുതലും സ്ക്രീൻ ടൈംസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ കുറക്കാൻ വേണ്ടി നമുക്ക് ഈ ടൂള് ഉപയോഗിക്കാം. അപ്പം ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളെ ഡയമണ്ട് പെയിൻറ്റിങ് ഇവിടെ ഫിനിഷ് ആയിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓൾ താങ്ക്സ് ടു പപ്പ. കാരണം പപ്പൻ എന്നെ ഇതിൽ മോസ്റ്റ് ഹെൽപ്പ് ചെയ്തത്. ഇത് ഈസിയുള്ള കാര്യമൊന്നുമില്ല, ബട്ട് ഇറ്റ്സ് വെരി എൻ്റർടൈൻമെൻറ്റ്. സ്ക്രീൻ ടൈമൊക്കെ നല്ല കുറയണുണ്ട്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഇത് വാങ്ങാം. വരേക്കും ബൈ ബൈ.